പൂർണിമ മെയിൻസ് പ്രോഗ്രാമിന് വരുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവിടെ അടുത്ത് വീടെടുത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്ന് തന്നെ പഠിച്ച ഒരാളാണ്. ആ ഒരു ഡെഡിക്കേഷൻ എനിക്ക് തോന്നുന്നു ഒരു സർവീസിൽ കയറുന്നതിന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണ് എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇതൊരു ഹാർഡ് വർക്കിൻ്റെ വിജയമാണ് എന്നുള്ളതിൽ എല്ലാവർക്കും നല്ലൊരു ഉറപ്പ് ഉണ്ട് ഈ പൂർണ്ണിമയുടെ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ട്. പ്രിലിംസിൻ്റെ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ആത്മവിശ്വാസം കിട്ടി, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഒരു ഓൺലൈനിൽ കൂടെ ഒരു പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസിന് ചേർന്നു. അതും വർക്കൗട്ട് ചെയ്തു. എൻ്റെ പ്രിലിംസ് പ്രിപ്പറേഷന് എന്നെ വളരെ സഹായിച്ചതാണ് സൈലത്തിൻ്റെ ഓൺലൈൻ യൂട്യൂബ് വീഡിയോസ്. റിനോമാമിൻ്റെയൊക്കെ ആയാലും ജോഗ്രഫി വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് ജോഗ്രഫി കുറേ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ സൈലവുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ആ സമയത്ത്. ഞാനും ഹസ്ബൻഡുമായിട്ട് സൈലത്തിൽ പോയി അസീം സാറിനെ കണ്ട് സംസാരിച്ചു. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, എന്തായാലും ഇവിടെ നമുക്ക് മെയിൻസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിലൊന്ന് ചേർന്ന് നോക്ക്. അപ്പം UPSC ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, എന്തായാലും ശ്രമിച്ചു നോക്കിയാൽ ചിലപ്പോൾ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മെയിൻസിൻ്റെ ആ സമയത്ത് വന്നു. കുറച്ച് ദിവസം ലീവ് എടുത്തു അതിന് വേണ്ടിയിട്ട്. സൈലത്തിൻ്റെ ക്ലാസ് റൂം പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിരുന്നു എനിക്ക് താല്പര്യം. അങ്ങനെ ഡെയിലി ഞാൻ റൂമിൽ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ അക്ഷയ് സാറിൻ്റെ പോളിറ്റി, നന്ദു സാറിൻ്റെ എക്കണോമിക്സ് എല്ലാം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ ക്ലാസ്സിലിരുന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ ഒരു കഴിവുകൾ നമുക്ക് മനസ്സിലായി. പോരായ്മകൾ അവർ അന്നേരം തന്നെ ചെക്ക് ചെയ്ത് പറഞ്ഞു തരികയും ചെയ്യായിരുന്നു. അങ്ങനെ സൈലത്തിൻ്റെ ആ ഒരു പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം വെറുതെ കണ്ടന്റ് പഠിപ്പിച്ച് പോവാതെ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതിനെങ്ങനെ ആൻസർ എഴുതണം എന്നുള്ളൊരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സൈലത്തിൻ്റെ ആ നോട്ട്സും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ഒക്കെ റിവൈസ് ചെയ്തു. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് KS-ൻ്റെ 2020 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് വർക്കൗട്ട് ചെയ്തു. അത് 2 ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ഉണ്ടായിരുന്നു, 2 തവണയായിട്ട് നടത്തിയതുകൊണ്ട്. അപ്പോൾ അത് രണ്ടും വർക്കൗട്ട് ചെയ്തു. അതും നല്ല ബെനിഫിറ്റ് ആയിരുന്നു. അങ്ങനെ എന്തായാലും നല്ല രീതിയിൽ മെയിൻസ് എഴുതാൻ പറ്റി. മെയിൻസിൻ്റെ റിസൾട്ട് വന്നപ്പം അതിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായാലും അത്രയും ചെയ്തതിനൊരു ഫലം കിട്ടിയല്ലോ. പിന്നെ എന്തായാലും ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം. അപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ ഇച്ചിരി മോശമായിരുന്നു. ആ സമയത്ത് കുറച്ച് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആ ഒരു കുറച്ച് ദിവസത്തിന് ശേഷം സൈലത്തിനെ തന്നെ കോൺടാക്ട് ചെയ്ത് മോക്ക് ഇൻ്റർവ്യൂസിനൊക്കെ ആയാലും 1-on-1 സെഷനിലായാലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്തായാലും അതെനിക്ക് വളരെ ഉപകാരപ്പെട്ടു. ഈവൻ ഡ്രസ് കോഡിൽ വരെ സജഷൻ തന്നായിരുന്നു അസീം സാറ്. അത് നല്ല രീതിയിൽ എനിക്ക് പ്രയോജനപ്പെട്ടു. ഞാൻ പിന്നെ സാരിയിലേക്കൊക്കെ മാറി നല്ല രീതിയിലാണ് പോയത് ഇൻ്റർവ്യൂവിന്. എന്തായാലും എനിക്ക് നല്ലതായെന്നാണ് എനിക്ക് തോന്നുന്നത്.